എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 41 55 മുതൽ 57 വരെ. പിന്നെ മിസ്രയീം ദേശത്തെല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെയും, നിങ്ങൾ യോസേഫിൻ്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിൻ്റെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ നമ്മുടെ ആയുസ്സിനോട് ദൈവം തമ്പുരാൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിന് ദൈവം നൽകിയ വ്യത്യസ്തമായ ദാനങ്ങൾ അല്ലെങ്കിൽ താലന്തുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നത്തെ ഭാഗത്ത് കാണുന്നു, ദൈവം ധനം യോസഫിനെ ഏൽപ്പിച്ചു. ദേശത്ത് ക്ഷാമമാണ്. തൻ്റെ കയ്യിൽ അത് ആ ബുദ്ധിമുട്ട് തീർക്കാനുള്ളതെല്ലാം ഉണ്ട്. അവസരോചിതമായി പ്രവർത്തിക്കാനുള്ള സന്ദർഭമാണ്. സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള അവസരം. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. എന്നാൽ അതല്ലായിരുന്നു യോസേഫിൻ്റെ തത്വശാസ്ത്രം. അവൻ തൻ്റെ പാണ്ഡികശാലകൾ തുറന്നു മറ്റുള്ളവർക്കായി നൽകി. ദൈവമാണ് ധനവിഭവങ്ങൾ തരുന്നത്. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ദൈവം നമ്മുടെ പാണ്ഡികശാലകൾ നിറച്ചത് നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രമല്ല, ക്ഷാമകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കുവാനുമാണ്. ആവശ്യക്കാർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറക്കാനാണ്. അനേകരും ഇത് അനുഭവിച്ചിട്ടില്ല. ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ദൈവകൃപയും അനുഗ്രഹത്തിൻ്റെ നിറവും പാനപാത്രം നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ട്. അത് വരണമെങ്കിൽ നമുക്കുള്ളത് നമുക്ക് വേണ്ടി മാത്രം പിടിച്ച് വയ്ക്കുകയല്ല, ആവശ്യക്കാർക്കും അത് കൊടുക്കണം. ദൈവം ജോസഫിൻ്റെ കയ്യിൽ ധനം മുഴുവൻ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ദേശത്തെ ക്ഷാമം മാറ്റുന്നതിനുള്ള എല്ലാ വിഭവങ്ങളും യോസഫിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഫറവോൻ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്നോട് നിലവിളിച്ചിട്ട് കാര്യമില്ല, യോസഫിൻ്റെ അടുക്കൽ ചെല്ലുവിൻ. ഇങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ നിലപാട് എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഈ വേദഭാഗവുമായി ചേർത്ത് നിർത്തി ചിന്തിക്കേണ്ടത്. കൈകാര്യം ചെയ്യുവാൻ ധാരാളം ധനവിഭവങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ നൽകുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? സ്വന്തമായി സ്വരൂപിക്കാൻ ഉള്ള അവസരങ്ങളുണ്ട്. ആരും അധികം കണക്കൊന്നും ചോദിക്കാൻ വരികയില്ല. ഒരു പക്ഷെങ്കിൽ അധികാരവും അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഒന്നിച്ച് കൈ വന്നേക്കാം. ആ സമയത്ത് ആരും അത് ചോദിച്ചു എന്ന് വരില്ല. ഏതെങ്കിലും വിധത്തിൽ
എങ്ങനെയെങ്കിലുമൊക്കെ തനിക്കും തൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകൾക്കും തൻ്റെ സ്തുതിപാഠകർക്കുമൊക്കെ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അവസരം വരുമ്പോൾ യോസേഫിനെ ഓർക്കേണ്ടത് അനിവാര്യമാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യന് 10 ആപ്പിളുകൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ 9 നിനക്കും കുടുംബത്തിനും വേണ്ടിയാണ്. പിന്നെ 1 നീ എൻ്റെ ആലയത്തിൽ സമർപ്പിക്കണം. അദ്ദേഹം 10 ആപ്പിളുകളിൽ 9 ദൈവം പറഞ്ഞതുപോലെ ഉപയോഗിച്ചു. 10ാമത്തെ ആപ്പിൾ എടുത്ത് നോക്കിയപ്പോൾ അതിന് അല്പം കൂടുതൽ ചുവപ്പ് നിറം തോന്നി. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? മറ്റ് 9 ഇതിന് മധുരം കൂടുതൽ ഉണ്ട് എന്ന് തോന്നുകയാണ്. എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ആപ്പിളിന്മേൽ ഒന്ന് കടിച്ചു. പിന്നെ അത് ഭക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിത്ത് കളയാതെ ദൈവത്തിന് കൊടുത്തു. കാരണം വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ എന്നതാണ് നിഗമനം. ആധുനിക ആത്മീയ ഗോളത്തിലും ഇത് വളരെ ശരിയാണ്. ദൈവം നമുക്ക് തന്നതിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് ആ 10 മാറ്റിവെച്ച് കൊടുക്കാൻ വളരെ പ്രയാസമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയത്തിലേക്ക് നിങ്ങളുടെ ദശാംശം മുഴുവനും കൊണ്ടുവരുവിൻ. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങൾക്ക് സ്ഥലം പോരാതാകുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. യോസേഫിൻ്റെ പാണ്ഡികശാല ദൈവം നിറച്ചു. കാരണം ആവശ്യ സമയത്ത് അവനത് തുറക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. മറ്റൊരു ഉത്തരവാദിത്വം കൂടെ യോസേഫിന് ലഭിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരന്മാർ ഇപ്പോൾ യോസേഫിൻ്റെ അടുക്കൽ വരുന്നു. ദേശമെല്ലാം ക്ഷാമം. മിസ്രയീം ദേശത്തും ഇസ്രായേൽ ദേശത്തും ഒക്കെ ക്ഷാമമാണ്. ആരാണ് ഈ സഹോദരന്മാർ? സ്നേഹിക്കുന്ന സഹോദരന്മാരല്ല, ക്രൂരത കാട്ടിയവരാണ്. അവരെ ഒരിക്കലും സ്നേഹിതരെന്ന് പോലും പറയാൻ സാധിക്കില്ല, ശത്രുക്കളാണ്. അപ്പോൾ ശത്രുക്കളായ സഹോദരന്മാരെ ദൈവം യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ തന്നെ 2 കാര്യമുണ്ട്. ഒന്ന്, ദൈവം ധനം ഏൽപ്പിച്ചു. ശത്രുക്കളായ സഹോദരന്മാരെ ഏൽപ്പിച്ചു. ദൈവം ഒരു സ്വപ്നം ഏൽപ്പിച്ചു. പിതാവ് ഒരു ദൗത്യം ഏൽപ്പിച്ചു. പൊത്തീഫർ തൻ്റെ ഭവനത്തിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു. കാരാഗ്രഹ പ്രമാണി ആളുകളെ മുഴുവനും ഏൽപ്പിച്ചു. ദൈവം താലന്തുകൾ ഏൽപ്പിച്ചു. അതുമാത്രമല്ല, ദൈവം യോസേഫിൻ്റെ പാണ്ഡികശാല നിറച്ചു, ധനം ഏൽപ്പിച്ചു. ഒടുവിൽ ദൈവം അവൻ്റെ ശത്രുക്കളെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു പോകാം. കാരണം ഓഫീസിലും ബിസിനസ്സിലും മറ്റ് ജീവിത രംഗങ്ങളിൽ നമുക്ക് പ്രയാസമുള്ളവരെക്കുറിച്ച് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട്. ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് നിരപ്പാക്കുന്നു. സദൃശവാക്യം 16-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. ശത്രുക്കളെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നണം. യോസേഫിൻ്റെ ശത്രുക്കളെ അവൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. ശത്രുക്കളായ സഹോദരന്മാരെ അവൻ നശിപ്പിക്കില്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ ശത്രുക്കളെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മൾ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? യോസേഫ് അവരെ തകർക്കാൻ ശ്രമിച്ചില്ല, പിന്നെയോ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ശത്രുക്കളോടുള്ള മനോഭാവം എങ്ങനെയുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ദൈവം നമ്മോട് ഇടപെടുന്നത്. നമുക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ, കർത്താവിൻ്റെ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കണമെങ്കിൽ ആ സ്വഭാവം ആവശ്യമാണ്.
കർത്താവിൻ്റെ സ്വഭാവത്തോടെ ജീവിച്ചാൽ തീർച്ചയായും ഇന്ന് ധാരാളം ജോസഫ്മാർ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാവും. കർത്താവിൻ്റെ സ്വഭാവം ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. യോസേഫ് ക്ഷമിച്ചു എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഈ വേദഭാഗം തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജോസഫ് തൻ്റെ സഹോദരന്മാരായ ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് അടുത്ത ധ്യാനചിന്തയിൽ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ആരും ചോദിക്കാനും പറയാനുമില്ലാതെ ധാരാളം ധനവിഭവങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു ചേരുകയാണെങ്കിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിധം എങ്ങനെയുള്ളതായിരിക്കും? ഇന്ന് ലോകത്തിൽ സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും എന്തിനേറെ സഭകളിൽ പോലും ചില പ്രയാസങ്ങൾ നേരിടുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ധനവിഭവങ്ങൾ അയോഗ്യരായവരുടെ കൈകളിൽ ചെന്നെത്തുന്നു എന്നതായിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തി ശോധന ചെയ്യാം. ഇങ്ങനൊരവസരം ദൈവം നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? അതിൻ്റെ കാര്യവിചാരകരായി നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളെങ്ങനെ അതിനെ കൈകാര്യം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം കാണിക്കും എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിരുത്താൻ ഇനിയും ധാരാളം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് നമ്മുടെ കാര്യവിചാരകത്വത്തിൽ വിശ്വസ്തരായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ധാരാളം താലന്തുകൾ ഞങ്ങളെ വ്യത്യസ്തമായ നിലയിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുവാനുള്ള കൃപയും നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനോടുള്ള ഞങ്ങളുടെ ഒരു അക്കൗണ്ടബിലിറ്റിയെ നന്നായി ആരാഞ്ഞറിയുവാൻ, വിശകലനം ചെയ്യുവാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വിശ്വസ്തമായി ഞങ്ങളായിരിക്കുന്ന നിലയിൽ നിർവഹിപ്പാനുള്ള കൃപയും ഊർജവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുതാര്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പുതിയ നന്മകളിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.